മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കേന്ദ്ര സർക്കാരിനോട് രൂക്ഷമായ ചോദ്യങ്ങൾ ഉയർത്തി ഹൈക്കോടതി. ദുരന്തം നടന്നിട്ട് 4 മാസമായിട്ടും തീരുമാനം വൈകുന്നത് എന്തെന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ചോദ്യം. ഈ മാസം 30-നകം തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശിച്ചു. കേരളത്തിന് മതിയായ ഫണ്ട് നൽകിയെന്ന് കേന്ദ്രം വിശദീകരിക്കുകയാണ്. എന്നാൽ പുനരധിവാസത്തിനായി ഇനി വേണ്ടത് സാമ്പത്തിക സഹായമാണെന്ന് സർക്കാർ വാദിച്ചു. അതേസമയം ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. കേന്ദ്ര നിലപാടിനെ വിമർശിച്ച് LDFും UDFും രംഗത്തെത്തിയിരിക്കുന്നു. ശ്യാം ദേവരാജ്, VS രഞ്ജിത്ത് എന്നിവർ വിവരങ്ങളുമായി. ആദ്യം ശ്യാം ദേവരാജിലേക്ക്. ശ്യാം, കോടതിയുടെ ഉത്തരവ് 2 ആഴ്ചയ്ക്കകം കേന്ദ്രം നിലപാട് വ്യക്തമാക്കണം എന്നുള്ളതാണ്. അതേസമയം കേന്ദ്രം സഹായം നൽകില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് കേരളത്തോടും കോടതി ചോദിക്കുന്നുണ്ടോ? സ്മൃതി, ഇക്കാര്യത്തിൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയെ അറിയിക്കുന്നത് ഇക്കാര്യത്തിൽ ദേശീയ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കണമെന്ന് അമിക്കസ് ക്യൂറി രഞ്ജിത്ത് തമ്പാൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഒപ്പം സംസ്ഥാന സർക്കാരും ദുരന്തം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞു, ഇതുവരെയും കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. എല്ലാ പരിശോധനകളും പൂർത്തിയായിട്ടുണ്ട്, പക്ഷേ എന്നാലും തീരുമാനമെടുത്തിട്ടില്ല എന്ന കാര്യം സംസ്ഥാന സർക്കാരും അറിയിക്കുന്നത്. തുടർന്നാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അതിതീവ്ര ദുരന്തമാണോ എന്ന കാര്യത്തിൽ നിലപാട് അറിയിക്കാൻ ഈ മാസം 30 വരെ സാവകാശം നൽകിയത്. 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം അറിയിക്കണമെന്നാണ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തത്. ദുരന്തം നടന്നിട്ട് 4 മാസമായി, എന്നിട്ട് ഇതുവരെയും തീരുമാനമെടുത്തില്ലല്ലോ എന്ന കാര്യവും കൂടി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തു. നല്ലൊരു തീരുമാനം വരും എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ നൽകിയ മറുപടി. കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കണമെന്ന അമിക്കസ് ക്യൂറിയുടെ അടക്കം ആവശ്യം പരിഗണിച്ചാണ് ഇത്തരമൊരു ചോദ്യം ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തത്. മാത്രമല്ല, അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ ഉന്നതതല സമിതി ഇതുവരെയും യോഗം ചേർന്നിട്ടില്ല, അത്തരമൊരു തീരുമാനമെടുത്തിട്ടില്ല എന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ARL സുന്ദരേശൻ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മതിയായ ഫണ്ട് കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ കേരളത്തിന് നൽകിയിട്ടുണ്ട് എന്ന കാര്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയത്. പക്ഷേ ഇത് ഈ 782 കോടി രൂപ വാർഷിക സഹായമായി ലഭിച്ചതാണ് എന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകമായ സഹായമാണ് കേരളം ആവശ്യപ്പെട്ടത് മെമ്മോറാണ്ടത്തിലൂടെ. പക്ഷേ അത്തരമൊരു സഹായം ലഭ്യമായിട്ടില്ല, ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന കാര്യവുമാണ് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ മറുപടി നൽകുകയും ചെയ്തിരുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത് എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതി അറിയിച്ചത്. ഡൽഹിയിലുള്ള രാജ്യതല സ്ഥാനത്തുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി KV തോമസിനെ കേന്ദ്ര സർക്കാർ ഇന്നലെ കത്തിലൂടെ അറിയിച്ചുവെന്നും അഡ്വക്കേറ്റ് ജനറൽ ഇക്കാര്യം ഹൈക്കോടതി അറിയിച്ചു. മാത്രമല്ല, KV തോമസിന് നൽകിയ കത്തിൻ്റെ പകർപ്പും സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി ഈ ദുരിതബാധിതർക്ക് നൽകുന്ന സഹായം അതിന്റെ സമയപരിധി 1 മാസവും കൂടി നീട്ടിയെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചതുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും സ്വമേധയാ സ്വീകരിച്ച ഹർജിയടക്കം അടുത്ത വെള്ളിയാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും.